ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു പ്രത്യേക ചിക്കൻ 65 ആണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ ആരും ഉണ്ടാക്കാത്ത തരം ചിക്കൻ 65 ആണ്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അതിനുവേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ഉപ്പ് നല്ലപോലെ ഇട്ട് രണ്ടും കൂടി നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴക്കണം. കാരണം എന്നാലാണ് ഉപ്പൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. ഒരു 10 മിനിറ്റ് വരെ ഇതേപോലെ വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരിയൻ ചില്ലി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. ഇനി എരിവ് കൂടുതൽ വേണ്ടാക്ക 1 ടീസ്പൂണും കൂടി 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എടുക്കുക. ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒരു പ്രാവശ്യം കൂടി കുഴച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടിയാണിത്. 1 ടീസ്പൂണോളം ജീരകപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് കൂടുതൽ ജീരകപ്പൊടി വേണം ഇതിന്, എന്നാലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതേപോലെ ജീരകപ്പൊടി ഇട്ട് നല്ലപോലെ കുഴച്ച് ഒരു 5 മിനിറ്റ് വീണ്ടും വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. അത് നമ്മൾ പൊരിക്കുന്ന സമയത്താണ് കോൺഫ്ലവർ ഇടേണ്ടത്, എങ്കിലാണ് ഇതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കൂ. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നല്ലപോലെ കുഴച്ച് ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഇത് പൊരിച്ചെടുക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. 1 or 2 പീസ് ചിക്കൻ ഇട്ട് നല്ലപോലെ ചൂടായി ഐസ് സ്പീഡിൽ തന്നെ തീ വേണം, എങ്കിലാണ് ഈ ചിക്കൻ ഇട്ടപാട് നല്ല ചൂടുണ്ടെങ്കിലാണ് ഈ ചിക്കൻ ഇട്ടാൽ നല്ലോണം എണ്ണ കുടിക്കാതിരിക്കുള്ളൂ. ഇപ്പം ചിക്കൻ പീസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇഷ്ടമാവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്, മറുവശം തിരിച്ചെടുത്ത് ഇപ്പം 2 വശവും ആയിട്ടുണ്ട്. അപ്പുറത്തെ വശവും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം ചിക്കനൊക്കെ കോരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചിക്കനൊക്കെ കോരിയതിൻ്റെ ശേഷം അതിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതാണ്. ചിക്കൻ്റെ പീസിലേക്ക് തന്നെ കറിവേപ്പില കോരിയത് നല്ലപോലെ മൊരിഞ്ഞ് വരണം കറിവേപ്പില. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് ഇതേപോലെ ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ മുളകൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൂടി ചിക്കൻ്റെ പീസിലേക്കിടാം. ഇനി ഇതിൻ്റെ മസാല ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ചിരണ്ടിയതാണിട്ട് നല്ലപോലെ ആ മസാല അതിൽ പിടിച്ചെടുത്തിട്ട് അതുകൂടി വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ ഇടണം. ഈ തേങ്ങ മസാല പുരട്ടിയ തേങ്ങ എല്ലാം വെളിച്ചെണ്ണയിലിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ കോരി മാറ്റാം. ഇതാണ് ഈ 65ൻ്റെ പ്രത്യേകതരം ടേസ്റ്റ് കൊടുക്കുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും.
പൊറോട്ടൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാം. ഈ തേങ്ങയോട് കൂടി കഴിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സാധാരണ ഉണ്ടാക്കുന്ന 65ലേക്കും വേറൊരു തരം 65ആണിത്. ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.